വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശിവൻ നമ്മുടെ ഗസ്റ്റാണ്. അപ്പോൾ ഗസ്റ്റിനെ അതിൻ്റേതായ രീതിയിൽ കാണണം എന്നൊക്കെ ഇങ്ങനെ രോഹിത് പറയുമ്പോൾ നമ്മൾ അയാളോട് എതിർത്തൊന്നും പറയാൻ പോകുന്നില്ല. ആളിനെ ഒന്ന് കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് അവർ മൂന്നുപേരും കൂടി കടയിലേക്ക് വരുമ്പോൾ ശിവനാണെങ്കിൽ അവിടെ നിന്ന് ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. അതാണ് ആളെന്നും പറഞ്ഞ് രോഹിത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം ശ്യാമയും ശാരികയും കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവരാണെങ്കിൽ ചായ റെഡി എന്നിങ്ങനെ ശിവൻ വിളിക്കുകയാണ്. അപ്പോൾ ഇവർ അകത്തേക്ക് കയറുന്നുണ്ട്. അവിടെ ശങ്കരേട്ടനും വേറൊരാൾക്കും ശിവൻ ചായ കൊണ്ടെടുക്കുന്നുണ്ട്. ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ എടുത്തൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ബ്രോയ്ക്ക് ചായ വേണ്ടേ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രോഹിത്തിന് ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശിവനും കുടിക്കുകയാണ്. എന്നിട്ട് ആഹാ അന്തസ്, നമ്മുടെ അധ്വാനം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുമ്പോഴേ പിന്നെ അതിനൊരു ഇതുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ചായ ഇടാനൊക്കെ അറിയാമല്ലേ എന്നിങ്ങനെ രോഹിത്ത് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് ശിവനാണ് അങ്ങോട്ട് നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഇവിടെയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ, വേറെ ഏതെങ്കിലും കടയിൽ ചെന്നാലേ എനിക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റൂ, ഇവിടെ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലായോണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശങ്കരേട്ടൻ പറയുന്നുണ്ട്, അതെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത് സ്വന്തം കട പോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ഓരോന്ന് കറിയും ഇടിയപ്പമൊക്കെ ചോദിക്കുമ്പോൾ ശിവനങ്ങ ഞാൻ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ശാരികയും ശ്യാമയും ഒന്നിനും സമ്മതിക്കാതെ ശിവനങ്ങ് എടുത്തു കൊടുക്കുകയാണ്. അന്നേരം ഇവർ രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ എന്തെങ്കിലും പാകപ്പിഴ വന്നാൽ രോഹിത് എൻ്റെ കൂടെ മുൻപന്തിയിൽ കാണുമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അതെന്തായാലും ഉണ്ടാകും എന്നിങ്ങനെ പിന്നെ രോഹിത്തും പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ പിന്നെ ഇത് ശ്യാമ അല്ലേ, ഇത് ശാരിക എന്നിങ്ങനെ രണ്ടുപേരുടെയും നോക്കിയിട്ട് ശിവൻ പറയുന്നുണ്ട്. അന്നേരം അതെങ്ങനെ അറിയാം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ അറിയാമെന്നേ, നിങ്ങളെയൊക്കെ എനിക്ക് അറിയാം എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അതിനുശേഷവും ശിവൻ വിളമ്പുകയും ചായ കൊടുക്കുകയൊക്കെ അവിടെ ആകെ ഒരു ബഹളം തന്നെയാണ്. ഇതേ സമയത്താണെങ്കിൽ ശ്യാമയാണെങ്കിൽ രോഹിത്തിനെ വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ ശിവൻ ബ്രോയും വിഷ്ണു ബ്രോയെ പോലെ തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതല്ല, രോഹിത്തിൻ്റെ ഉദ്ദേശം എന്തോ, ഇങ്ങനെ നടക്കാൻ തന്നെയാണ്, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കാനല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ പിന്നെ എന്താ വേണ്ടതെന്നും പറഞ്ഞ് അവർ തങ്ങളിൽ വീണ്ടും വഴക്കങ്ങോട്ട് തുടങ്ങുകയാണ്. ഇങ്ങനെ സത്യാമ്മയുടെ വീട്ടിൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ സത്യാമ്മ പറയുന്നതൊക്കെ ചെയ്തേ ഒക്കെയുള്ളൂ, അല്ല ഒന്നും ഒക്കെയില്ല എന്നും പറഞ്ഞ് അപ്പോൾ പിന്നെ ഭാര്യയൊന്നും വേണ്ടേ, എന്നെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ശ്യാമയും സംസാരിച്ചു തുടങ്ങുകയാണ്. അന്നേരം ശാരി അവിടേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം നിങ്ങളിങ്ങനെ എപ്പോഴും ബഹളം വയ്ക്കാതിരിക്കുക, വല്ലപ്പോഴും കൂടി ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടതല്ലേ, അപ്പോൾ ഇങ്ങനെ കലഹിക്കാതെ സ്നേഹത്തോടെ ഒന്ന് പെരുമാറ് എന്നൊക്കെ ഇങ്ങനെ ശാരിക പറയുന്നുണ്ട്. അന്നേരം ഇവരുടെ ഈ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് അകത്തു നിന്നും ശിവനാണെങ്കിൽ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇവർ സംസാരം നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ രോഹിത്തിനെ, ശ്യാമയോടാണ് പറയുന്നത്, രോഹിത്തിനെ എനിക്ക് അടുത്തിടയ്ക്കാണ് ഞാൻ പരിചയപ്പെട്ടത്, ശ്യാമയെ എനിക്ക് അങ്ങോട്ട് പരിചയമില്ല, പക്ഷേ എന്നാലും ഞാൻ ഒരു കാര്യം നിങ്ങളോട് രണ്ടുപേരോടും കൂടി പറയാനുള്ളത്, ഈ രണ്ട് കൈയും കൂട്ടിയിടിച്ചാൽ മാത്രമേ ശബ്ദമുണ്ടാകുകയുള്ളൂ. ആകെ ഒരു ജീവിതം, കടുമണിയോളമുള്ളൊരു ജീവിതമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അതിങ്ങനെ പരസ്പരം പോരുകോഴികളെപ്പോലെ പോരടിച്ചും വഴക്കടിച്ചും പാഴാക്കാതെ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കണം. ഇത് കലഹിക്കേണ്ട എന്നല്ല, കാര്യം ഉള്ള എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ കലഹിക്കണം. ഇത് വെറുതെ ഒരു കാര്യവുമില്ലാതെ ജീവിതം നമുക്ക് ആസ്വദിച്ച് കഴിയാനുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഇപ്പോൾ പറയുന്ന രോഹിത്തിൻ്റെ ജോലിയുടെ കാര്യമല്ലേ, അപ്പോൾ സത്യാമ്മ ഏൽപ്പിച്ച ജോലി അത് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. രോഹിത് ബ്രോയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി നോക്കാം, നിങ്ങളിങ്ങനെ പരസ്പരം വഴക്കടിക്കാതെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ ശിവനങ്ങ് ആകപ്പാട് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ശാരിയോടും പറയുന്നുണ്ട്, ശ്യാമയുടെ ചേച്ചിയല്ലേ, അപ്പോൾ ചേച്ചിക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടാവില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇവർ കേട്ട് നിൽക്കുന്നേ ഉള്ളൂ. രോഹിത്തും ആകെ ചിരിച്ച് നോക്കി നിൽക്കുകയാണ്. ശ്യാമ കുറച്ചതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ശാരദാമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലേ ശാരദാമ്മയുടെ സ്പെഷ്യൽ ആവിൽ നനച്ചത് ഇവിടെ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ല അതെങ്ങനെ എന്നിങ്ങനെ ശ്യാമയും ശാരിയും കൂടി ഒത്ത് ചോദിക്കുന്നുണ്ട്. ശ്യാമയാണ് ചോദിക്കുന്നത്, ശരിയല്ല. അന്നേരം അതൊക്കെ അറിയാമെന്നേ, ഇവിടുത്തെ അമ്പലപ്പുഴ പാൽപ്പായസം പോലെ പ്രസിദ്ധമല്ലേ ശാരദാമ്മയുടെ അവിൽ നനച്ചത്, അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുള്ള അറിവായിരിക്കാം, അങ്ങനെ ഇവിടെ വന്ന് കയറിയപ്പോഴേ എനിക്കതിൻ്റെ രുചി കിട്ടിയെന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ അന്ന് വന്ന് അവിൽ നനച്ച് ചോദിച്ചതും കഴിച്ചതും ഒക്കെ ശാരികയും ശ്യാമയും ഒക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ അവിടെ ഈ ചായ കൊടുക്കുമ്പോഴും പിന്നെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമ്പോഴും ശിവൻ കൊടുക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതായിട്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒക്കെ തോന്നുക. വിഷ്ണുവിൻ്റെ ഒരു ചെറിയ സംസാര രീതി ഇവർക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അതെന്ത് ലോജിക്കാണെന്നുള്ളത് കാണിക്കുന്നില്ല. അതിനുശേഷം പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് പോയാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് രോഹിത്തിനോട്. പക്ഷേ രോഹിത്തിനെ കൊണ്ടാക്കാനാണ് ശിവൻ വന്നതായിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ ഇവിടെ രോഹിത്തിനെയും കൂട്ടി തിരികെ പോകുന്നതാണ്. എന്നിട്ട് അപ്പോൾ ഞാൻ പോയിട്ട് വരാം എന്നിങ്ങനെ ശ്യാമയെ നോക്കി രോഹിത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അവരങ്ങ് ഇറങ്ങുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് ചെറുതായിട്ട് ഇതൊക്കെ തോന്നുന്നുണ്ട് രോഹിത്തിനോട്. എന്നിട്ട് ജീപ്പിലേക്ക് കയറാമെന്നും ശിവൻ ഇങ്ങനെ മൊത്തത്തിലേക്ക് നോക്കിയിട്ട് അകത്തേക്ക് കയറി കൂളിംഗ് ഗ്ലാസ്സൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അന്നേരം പിന്നാലെ ചെന്നിട്ട്
രോഹിത്തിനോട് ശ്യാമ പറയുന്നുണ്ട്, രോഹിത്തെ പപ്പി അന്വേഷിച്ചതായിട്ട് പറയണേന്ന് പറയുക. അന്നേരം പറയാമെന്ന് പറഞ്ഞിട്ട് രോഹിത്ത് വണ്ടിയിൽ കയറി ശിവനോടൊപ്പം അങ്ങ് പോവുകയാണ്. പക്ഷേ അവിടെ സത്യഭാമ ഇവിടെ നിൽക്കാനായിട്ടാണ് രോഹിത്തിനെ പറഞ്ഞു വിട്ടതെന്നുള്ളതാണ്, അങ്ങനെ കൊണ്ടാക്കാനാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ശിവനാണെങ്കിൽ ശിവനോടൊപ്പം രോഹിത്ത് പോകുന്നതുമായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം റസാഖാണെങ്കിൽ ശാലിനിയെ കാണാനായിട്ട് കളക്ടറേറ്റിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അന്വേഷണത്തിൽ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ മധുരയിൽ മലൈ സെൽവത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അയാളുടെ മകൾ ശെൽവി എന്നൊരു ഒരു പെൺകുട്ടിയെ പോലെ ഒരു കുട്ടിയെ ഞാൻ അവിടെ വെച്ച് രേഷ്മയുടെ കടയിൽ വെച്ച് കണ്ടു എന്ന് പറയുകയാണ്. പക്ഷേ അവൾ എന്നെ അതാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അവൾ എന്നെ കണ്ടിട്ട് ഒളിക്കുന്നത് പോലെ ഒളിച്ച് മാറി നിൽക്കുകയായിരുന്നു. രേഷ്മ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു പുരോഗതിയാണല്ലോ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രേഷ്മയിലേക്ക് തന്നെ വീണ്ടും അന്വേഷണം പോകണം, രേഷ്മയെ ലക്ഷ്യം വെച്ച് തന്നെ അന്വേഷണം പോകണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം റസാഖ് പറയുന്നുണ്ട്, അങ്ങനെ അത് മലയസെൽവത്തിൻ്റെ മകളാണ്, ശെൽവിയാണ് എന്ന് അവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വിഷ്ണു മേഡത്തിൻ്റെ ഹസ്ബൻഡ് വിഷ്ണുവിനും രേഷ്മയുമായിട്ട് വേറെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ രേഷ്മയെ ലക്ഷ്യമാക്കി തന്നെ അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ചെറിയ എന്തെങ്കിലും എന്നെ അറിയിക്കണം, അത് ശെൽവിയാണോ കണ്ടതെന്നുകൂടി ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അന്നേരം റസാഖ് സല്യൂട്ടൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ശാലിനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പോൾ ഈ അവിടെ വെച്ച് കണ്ടത് റസാഖ് കണ്ടത് മലയസെൽവത്തിൻ്റെ മകൾ ശെൽവി ആയിരിക്കുമോ? അപ്പോൾ ഈ രേഷ്മയും വിഷ്ണുവേട്ടനും തമ്മിൽ റസാഖ് പറഞ്ഞതുപോലെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുമോ? പിന്നെ രേഷ്മ എന്തിനാണ് ഇതൊക്കെ ഒളിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ശാലിനി ആലോചിച്ച് ഇരിക്കുകയാണ്. അതിനുശേഷം അവിടെ ശിവനെ വഴിയിൽ വെച്ച് ശിവൻ്റെ ആ ഒരു ഫിനാൻസിലെ ആ ഒരു വണ്ടി പണയം വെച്ച ആ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, ആ ഒരു കൂട്ടുകാരനെ കാണുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ ആ ജീപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ്, ഈ കൂട്ടുകാരനെ ഇങ്ങനെ താഴെ നിൽക്കുന്നുണ്ട്. അന്നേരം എന്താടാ പുതിയ, ഞാൻ വിളിച്ചാൽ പോലും നിനക്ക് എടുക്കാനായിട്ട് പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ അപ്പോഴൊരു തിരക്കിലായിരുന്നു, പിന്നീട് വിളിക്കാമെന്ന് വിചാരിച്ച് അതങ്ങ് വിട്ടുപോയി എന്ന് പറയുകയാണ്. അന്നേരം വിട്ടുപോകുമല്ലോ, ചങ്ക് ബ്രോയെ കണ്ടപ്പോൾ നിനക്കൊന്ന് സംസാരിക്കാൻ പോലും വയ്യല്ലേ, ഇപ്പോൾ പുതിയ ബന്ധങ്ങൾ, പുതിയ വണ്ടി, നിനക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നിൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ നിനക്ക് നിൻ്റെ വീട്ടിലിരുന്ന സ്വത്തുക്കൾ അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല എന്ന് പറയുകയാണ്. അന്നേരം നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നും പറഞ്ഞ് ശിവൻ ദേഷ്യപ്പെടുകയാണ്. അന്നേരം വേറെ എന്ത് പറയാനാണ്, ഇതൊക്കെയല്ലേ ഇപ്പോൾ സംസാരം, കളക്ടറെ കൊണ്ടുപോകണം, തിരിച്ചു കൊണ്ടുവരണം, വീട്ടിൽ കൊണ്ടുപോകണം, എന്തൊക്കെയാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇനി പുതിയ ബന്ധങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അന്നേരം നീ വേറെ അനാവശ്യമായിട്ടൊന്നും പറയില്ലെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നതാണോ കുഴപ്പം, സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലാണല്ലോ എന്ന് പറയുകയാണ്. അന്നേരം എന്ത് ചോദിക്കുമ്പോൾ നീ ഇതൊന്നും അറിഞ്ഞില്ലേ, എങ്കിലും അങ്ങോട്ട് കാണുക എന്ന് പറഞ്ഞിട്ട് ആ ഫോണാണെങ്കിൽ ആ കൂട്ടുകാരനെടുത്ത് ശിവൻ ആ വീഡിയോ ഓണാക്കിയിട്ട് ശിവന് നേരെ കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് അവിടെ അനുപല്ലവിയും അവിടെ ശാലിനിയും അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അവൻ വീണ്ടും പണി തുടങ്ങി മാഡം എന്ന് പറഞ്ഞിട്ട് ഇത് നോക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ശാലിനിയും രണ്ട് ഒരേ സമയത്ത് തന്നെയാണ് കാണിക്കുന്നത്. അന്നേരം കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ കാമുകനുമൊത്തുള്ള അഴിഞ്ഞാട്ടം, ഇനിയിപ്പോൾ കാമുകനുമായിട്ട് കറങ്ങാൻ വേണ്ടി ഭർത്താവിനെ കൊന്നു കളഞ്ഞോ ആണോ എന്ന് പോലും സംശയമുണ്ട് എന്നിങ്ങനെ പറയും. അത് കാണുമ്പോൾ ശാലിനി അങ്ങ് ചാടി എഴുന്നേൽക്കുക, എന്നിട്ട് നോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇതെല്ലാം ADMൻ്റെ പരിപാടിയാണ് മാഡം എന്നിങ്ങനെ പറയുമ്പോൾ അനു പ്ലീസ് എന്നിങ്ങനെ ശാലിനി ഇങ്ങനെ ആകെ ഒരു തളർന്ന് നിൽക്കുകയാണ്. അന്നേരം അനുപല്ലവി പിന്നീടൊന്നും മിണ്ടുന്നില്ല. ആ മേശപ്പുറത്തിരിക്കുന്ന തൻ്റെ ഫോൺ എടുത്തുകൊണ്ട് അനുപല്ലവി പതുക്കുകയും പോകുന്നുണ്ട്. പക്ഷേ ശാലിനി ആകെ കരഞ്ഞ് ഇങ്ങനെ വിഷമിച്ചു ഇരിക്കുകയാണ്. ഈ സമയത്ത് ശിവനും അവിടെ ആ വീഡിയോ കണ്ടിട്ട് ആ ജീപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ഇറങ്ങുന്നുണ്ട്. അന്നേരം ഇതൊക്കെ ഇവർ പറയുന്നതല്ലേ, നിനക്ക് ഇതൊക്കെ തന്നെയാണോ ഏർപ്പാട് എന്നിങ്ങനെ ഈ കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടുകാരൻ്റെ ഷർട്ടിൻ്റെ കോളറിന് ശിവൻ അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. അന്നേരം എൻ്റെ നെഞ്ചത്തോട്ടല്ല കയറേണ്ടത്, ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നവരുടെ നെഞ്ചത്തോട്ടാണ് കയറുന്നത്. പിന്നെ അവന്മാർക്ക് നേരെ കൈ പൊങ്ങുമ്പോൾ നിൻ്റെ കൈ പരിശുദ്ധമാണോ എന്ന് നീ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ശിവൻ ഇങ്ങനെ ആകെപ്പാടെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ദേഷ്യം വന്ന് നിൽക്കുമ്പോൾ സിംഹം ഇങ്ങനെ ഗർജിക്കുന്ന പോലെ ചെവിയൊക്കെ ശിവൻ്റെ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ശാലിനിയും അതേ ഒരു ഭാവത്തിൽ അവിടെ നിൽക്കുന്ന രണ്ടുപേരെ ഇങ്ങനെ മാറി മാറി കാണിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ കളക്ടറേറ്റിന് പുറത്താണെങ്കിൽ ജോൺ അബ്രഹാമിൻ്റെ മുന്നിലൊരു പിന്നെ രാഷ്ട്രീയക്കാരനാണ്, ഒരു യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറിയും വേറൊരു സ്ത്രീയും കൂടി നിൽക്കുന്നുണ്ട്. അന്നേരം മാഡം അകത്തുണ്ട്, ചെന്ന് കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ജോൺ അബ്രഹാം ആണെങ്കിൽ ഇവരെ രണ്ടുപേരെയും ശാലിനിയുടെ ക്യാബിനിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അന്നേരം ഇയാളാണെങ്കിൽ വലിയ ഹെഡ് വെയിറ്റ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് മാഡം എന്ന് പറഞ്ഞിട്ട് ആദ്യമേ അങ്ങ് ചെന്ന് കയറുന്നുണ്ട്. എന്നിട്ട് കസേരയിലോട്ടൊക്കെ പറയാതെ തന്നെ അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞ് അവരോടും ഇരിക്കാൻ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ഒന്നുകൂടെ കാലുമേ കയറ്റി വെച്ചിട്ട് പിന്നെ എന്താ കാര്യം ചോദിക്കുന്നു.
ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ യൂത്ത് വിങ് സെക്രട്ടറിയാണ്, ഇവരുടെ ആണെങ്കിൽ ഇവർക്ക് 4.5 സെൻറ്റ് പുരയിടമാണുള്ളത്. അപ്പോൾ ഇവർ ഡിജിറ്റൽ സർവേ വന്നപ്പോൾ അടുത്ത പുരയിടക്കാരൻ്റെ അതും കൂടെ പിന്നെ സർവേയും കൂടെ ചേർത്താണ് ഇവരുടെ കരം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ 4.5 സെൻറ്റിൻ്റെ കരം അടയ്ക്കാനായിട്ട് ഞങ്ങൾ എവിടെയാണ് പോകേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ശാലിനി ഒന്നാമതാകപ്പാടെ ദേഷ്യം വന്നിരിക്കുകയാണ്. അന്നേരം എന്തിന് നിങ്ങൾ പോകേണ്ടത് വില്ലേജ് ഓഫീസിലാണെന്ന് പറയുമ്പോൾ അവിടെ പോയി ഇവരുടെ ചെരുപ്പ് തേഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഇവിടെ നിന്ന് നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കളക്ടറേറ്റിന് മുന്നിൽ നമ്മൾ കൊടി പിടിച്ചിരിക്കുമെന്ന് പറയുകയാണ്. അന്നേരം ശാലിനി അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. ശാലിനി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നിങ്ങൾ ആദ്യം അത് പോയി ചെയ്യുക, ബാക്കി ഞാൻ പിന്നീട് നോക്കിയോളാം എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ആരാണെന്നറിയില്ല, അടുത്ത ഇലക്ഷന് നമ്മുടെ ഒരു മുൻനിര തന്നെ മത്സരിക്കുന്നുണ്ട്, നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ശമ്പളം തരുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരൊന്നുമല്ല എന്ന് പറയുകയാണ്. അന്നേരം ജോൺ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അന്നേരം പിന്നെ മാഡം ഇവർ പിന്നെ യൂത്ത് വിങ് സെക്രട്ടറി ആണെന്നൊക്കെ പറയുമ്പോൾ ജോണാണ് ഇവരെ എവിടെ കയറ്റി വിട്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ജോണൊന്നും മിണ്ടുന്നില്ല. അന്നേരം ഇവരെയും വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയുകയാണ്. അന്നേരം ഇവർ മുകളിലേക്ക് പരാതി പോയാൽ പ്രശ്നമാകുമെന്ന് ജോൺ പറയുമ്പോൾ എവിടേക്ക് വേണമെങ്കിലും പൊക്കോട്ടെ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതിന് എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം, ഇപ്പോൾ ഇവരെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് ഷൗട്ട് ചെയ്യുകയാണ്. അന്നേരം ഒന്നും പറയാനാകില്ല എന്ന് മനസ്സിലാകുമ്പോൾ ജോൺ അവരെയും കൂട്ടി ഇറങ്ങുന്നുണ്ട്. അന്നേരം ഇറങ്ങാൻ നേരം രാഷ്ട്രീയക്കാരൻ പറയുന്നുണ്ട്, ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. അന്നേരം കാണാം എന്നിങ്ങനെ ശാലിനിയും തിരിച്ച് പറഞ്ഞിട്ട് ശാലിനി ആ ദേഷ്യത്തിൽ എവിടെ ഇരിക്കുകയാണ്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജോൺ ആണെങ്കിൽ അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വഴിക്ക് നോക്കിക്കോ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവരത് കൊമ്പടിക്കേണ്ട സമയമായി, അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ്. അവർ പോകുന്നുണ്ട്. അതിനുശേഷം ജോൺ മനസ്സിൽ പറയുകയാണ്, നിന്നെ ഈ കസേരയിൽ നിന്നും പുറത്ത് ഇറക്കേണ്ടത്, അതിനെ എന്തൊക്കെ വെടിമരുന്ന് പ്രയോഗിക്കാമോ അതെല്ലാം ഞാൻ പ്രയോഗിക്കും, കുറേശ്ശെയായിട്ട് പ്രയോഗിക്കും, അവസാനം എന്തൊന്നും പറഞ്ഞ് വലിയൊരു ഇതായിട്ട് ഞാൻ നിന്നെ പൊട്ടിക്കുക തന്നെ ചെയ്യും, എന്നെ നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ജോൺ എബ്രഹാം അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനി ആണെങ്കിൽ അനുപല്ലവിയും വിളിച്ച് ആകപ്പാടെ ഷൗട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ അനുവാദമില്ലാതെ ആരും ഇങ്ങോട്ട് കടത്തിവിടല്ലെന്ന് പറഞ്ഞിട്ടില്ലേ ചോദിക്കുകയാണ്. എവിടെ പോയിരിക്കുകയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ DTP എടുക്കുന്നതിൻ്റെ തിരക്കിൽ എന്ന് പറയുമ്പോൾ മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട, ഗെറ്റ് ഔട്ട് എന്ന് അടിക്കുകയാണ്. അന്നേരം മാഡം പിന്നെ റവന്യൂ മിനിസ്റ്ററുടെ എന്ന് പറയുമ്പോൾ വേറൊന്നും കേൾക്കണ്ട, ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞ് വലിയ ഉച്ചത്തിൽ ശബ്ദത്തിൽ അങ്ങോട്ട് ശാലിനി ഷൗട്ട് ചെയ്യുമ്പോൾ അനുപല്ലവി ഒന്നും പറയാതെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു ശാലിനിയുടെ ഒരു മാനസികാവസ്ഥ അനുപല്ലവി മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനി ആ ഒരു വീഡിയോ കണ്ട ആ ഒരു ആലോചിക്കുകയാണ്, കാമുകനുമായിട്ടുള്ള കറക്കത്തിന് വേണ്ടി ഭർത്താവിനെ കൊന്നു കളഞ്ഞതാണോ എന്ന് പോലും സംശയമുണ്ട് എന്നിങ്ങനെ പറഞ്ഞതൊക്കെ ഓർത്ത് ശാലിനി ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ഇരിക്കുകയാണ്. അതിനുശേഷം ശാലിനി ഇങ്ങനെ കാറിൽ തിരികെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു പോകുന്നുണ്ട്. അന്നേരവും ശാലിനി യൂട്യൂബർ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് എന്നാണ് പോകുന്നത്. അന്നേരം ആണെങ്കിൽ ഡെയ്സി ആണെങ്കിൽ പെട്ടെന്ന് വണ്ടി കൊണ്ടുവന്ന് ഈ ശാലിനിയുടെ വണ്ടിക്ക് നേരെ കുറുകെ ഇങ്ങനെ നിർത്തുകയാണ്. അന്നേരം എന്താ രാമേട്ടൻ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇറങ്ങി നോക്ക് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം രാമേട്ടൻ ഇറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട്, റോഡിലാണോ വണ്ടി പാർക്ക് ചെയ്യുന്നത്, എടുത്തങ്ങോട്ട് മാറ്റുക എന്ന് പറയുകയാണ്. അന്നേരം ഡെയ്സി ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ഇറങ്ങുന്നുണ്ട്. അന്നേരം പാർക്ക് ചെയ്തതല്ലല്ലോ, പിന്നെ മനഃപൂർവ്വം കൊണ്ട് നിർത്തിയതല്ലേ എന്നിങ്ങനെ ഡെയ്സി ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അന്നേരം ഇത് കേട്ടുകൊണ്ട് ശാലിനി ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് വണ്ടി എടുത്ത് മാറ്റി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മാറ്റാനായിട്ട് പറ്റില്ല, എനിക്ക് 1-2 കാര്യങ്ങൾ അറിയണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എനിക്ക് ഡെയ്സി ശാലിനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അന്നേരം പിന്നെ രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ച് കളക്ടർ എന്ന് പ്രതിഷ്ഠിച്ച് വച്ചിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ വേണ്ട, എന്താ എൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് 1-2 കാര്യങ്ങൾ അറിയാനുണ്ട്, അത് കഴിഞ്ഞിട്ടേ ഞാൻ പോവുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ, ഇന്നെന്താ മേഡം കൊച്ചമ്മ എന്താ ഔദ്യോഗിക വാഹനത്തിൽ വരുന്നത്, സാധാരണ അങ്ങനെയല്ലല്ലോ പതിവ്, ഇപ്പോൾ ഇയാൾക്ക് പ്രായമായി അല്ലേ, തലമുടിയൊക്കെ നരച്ചല്ലേ, അല്ലാത്തതൊക്കെ കൊഴിഞ്ഞു പോയി അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരവും രാമേട്ടന് ദേഷ്യം വന്ന് ഡീന്നിങ്ങനെ പറയുമ്പോൾ എന്നിങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞ് ഡേസി ഇങ്ങനെ കൈ കാണിച്ച് രാമേട്ടനെ ഒതുക്കി നിർത്തുകയാണ്. എന്നിട്ട് ശാലിനി ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ സാധാരണ ഇപ്പോൾ മാഡം ജീപ്പിലാണല്ലോ സഞ്ചരിക്കാറുള്ളത്, അതും മാഡത്തിനിപ്പോൾ പിന്നെ പ്രായമായിരുന്നു വേണ്ടല്ലോ, തണ്ടും തടിയുമുള്ള ആമ്പിള്ളേരെയല്ലേ വേണ്ടത്, ഇപ്പോൾ കീപ്പായിട്ട് കൊണ്ട് നടക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴും ശാലിനി വീണ്ടും നീ ആരാ, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ പേര് പറഞ്ഞാലായിട്ട് മനസ്സിലാകില്ല, പക്ഷെ വേറൊരു പേര് പറഞ്ഞാലായിട്ട് മനസ്സിലാകും, ശിവൻ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം നീ ആരാ ശിവൻ്റെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശിവൻ്റെ ആയിട്ട് വേണമെങ്കിൽ ആരാകാനും ആയിട്ട് നടക്കുന്നവളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് താലി എടുത്ത് കാണിക്കുന്നുണ്ട്. ശിവൻ മനസ്സറിഞ്ഞ് താലി കെട്ടിയ ശിവൻ്റെ പെണ്ണാണ് ഞാൻ. ഒരിക്കൽ ശിവൻ അത് വലിച്ചെറിഞ്ഞതാണ്, പൊട്ടിച്ചെറിഞ്ഞതാണ്. അത് ആരുടെ പ്രേരണ കൊണ്ടാണ് എന്നുള്ളതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഞാനത് സ്വന്തമായിട്ട് എൻ്റെ കഴുത്തിൽ കെട്ടിയത് ശിവനോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, നീ പിന്നെ എന്നെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഡെയ്സി ആണെങ്കിൽ
ശാലിനിയെ സംസാരിക്കാനേ അനുവദിക്കുന്നില്ല. വേണ്ട, എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. ശിവനാണെങ്കിൽ ഇപ്പോൾ വീട് വിട്ടിറങ്ങിയത് ശാലിനി നിനക്ക് വേണ്ടിയിട്ടാണ് വീട് വിട്ടിറങ്ങിയത്. ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നില്ല, പഴയപോലുള്ള സ്നേഹം എനിക്ക് കിട്ടുന്നില്ല. വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് എനിക്ക് അയച്ചാൽ റിപ്ലൈ ഇല്ല. ശിവനെ എനിക്ക് വേണം, എനിക്ക് അതിനല്ലാതെ വേറൊന്നിനും ഞാൻ തയ്യാറല്ല എന്നിങ്ങനെ പറഞ്ഞ് ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നേ ഉള്ളൂ. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ കാര്യമറിയാതെയാണ് ഡെയ്സിയോട് ശാലിനിയോട് കയർക്കുന്നതൊക്കെ. ഒരുപക്ഷെ ശാലിനി പറഞ്ഞാൽ ഡെയ്സി ഈ ഒരു സിറ്റുവേഷനിൽ ഡെയ്സി മനസ്സിലാക്കൂ എന്നുള്ളത് അറിയില്ല. പിന്നീട് ഒരിക്കലും ഡെയ്സി മനസ്സിലാക്കുമായിരിക്കും. അതിനുശേഷമാണ് ഇനി അടുത്ത എപ്പിസോഡിൽ ആ യൂട്യൂബറെ കാണാനായിട്ട് പോകുന്നതൊക്കെയാണ്, ശിവൻ പോകുന്നതും ഒക്കെയാണ്. അതൊക്കെ നമുക്ക് അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.